സാരി കൊടുത്തു നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഞങ്ങൾ 4 പേരുണ്ട്. രാവിലെയാണോ കാണുന്നത്? ഇത് വൃത്തിയാക്കുമായിരുന്നു? ബോഡി നോക്കി വന്നതാണ് ഞങ്ങൾ. സാറ് പറഞ്ഞു ഈ ആംബുലൻസിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ നിന്നും ജോയിയുടെ മൃതദേഹമാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ നിന്നും നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹത്തിന് നല്ല 2 ദിവസമായി ഇത്തരത്തിൽ അദ്ദേഹം ബ്ലോക്കല്ലേ ഞങ്ങളുടെ കാരണം അവിടെയും ബ്ലോക്കല്ലേ. ഒരു വശത്ത് നമുക്ക് കാണുന്നത് ജോയിയുടെ മൃതദേഹവുമായി ഒരു വശത്ത് കാണുന്നത്, മറുവശത്ത് ആമയിഞ്ച തോട്ടിൽ ഏത് ഭാഗത്താണ് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നതിന്റെ തെളിവ് വ്യക്തമാക്കുന്ന ആ മാലിന്യ കൂമ്പാരത്തിലാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കാരണം എന്ന് പറയുന്നത് മൃതദേഹമാണെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ അവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അതിന്റെ ഒരു അതായത് ഈ പാഴ്സൽ കൗണ്ടറിന്റെ ടണലിലാണ്, റെയിൽവേയുടെ പാഴ്സൽ കൗണ്ടറിന്റെ ടണലിലാണ് ഈ വൃത്തിയാക്കുന്നതിനായി ജോയിയെ കാണാതാക്കുന്നത്. നടത്തിയ പരിശോധനകൾ അങ്ങനെ വലിയ ഒരു പരിശ്രമത്തിൽ ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അല്ല, അതിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആളുകൾ അയച്ചിട്ടുണ്ട്, റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ഒരു ധാരണ അദ്ദേഹം തന്നെയാണെന്നുള്ളതാണ്. നമ്മുടെ സേവനത്തെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. അത്രയധികം മലയാളികൾ കണ്ടിട്ടില്ല. മാക്സിമം നമ്മൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്കപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാക്സിമം നമ്മുടെ എഫർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ എല്ലാ വിഭാഗം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. NDRF എത്തിയിട്ടുണ്ടായിരുന്നു, നേവിയുടെ സഹായം വന്നിട്ടുണ്ടായിരുന്നു, നാട്ടുകാരുടെ വളരെയധികം സഹായം ഉണ്ടായിരുന്നു. അതൊക്കെ മാനിക്കാതിരിക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ പ്രതികരിക്കാം എന്നതാണ്. അവരാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്. മൃതദേഹം എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മാറ്റി ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.